കനലാട്ടം തീയിൽ ചവിട്ടാണ് മൊയിലേക്കന്മാര്. തലയിൽ ഒരു കെട്ടും കെട്ടിയിട്ട് മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാൻ നടക്കുക. അങ്ങോട്ട് നോക്കാണ് നിങ്ങള്. ഇത് മുസ്ലിയാക്കന്മാരല്ല, ഇതിന്റെ ആചാരം അനുഷ്ഠിക്കുന്ന ആളുകളാണ്. തമിഴ്നാടാണ് തോന്നുന്നുണ്ട്. അവരെ ഇളകിയിട്ടൊക്കെ അതാ ഓടുകയാണ് ഇവര്. അതാ മണ്ടനോ. തീ ഒന്നും കൂടി കൂട്ടി കത്തിച്ചു കൊടുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ രണ്ട് വിഭാഗങ്ങളുടെ കനലാട്ടം കണ്ടു. ഒന്ന് മുസ്ലിയാക്കന്മാരുടെ കനലാട്ടാണ്, മറ്റൊന്ന് ഇത് സാധാരണ തീയാട്ടവും കനലാട്ടവും ഒക്കെ നടത്തുന്ന ആളുകളുടെ കനലാട്ടവുമാണ്. രണ്ടാമത് നടത്തിയത് അത് അവരുടെ ആചാരാനുഷ്ഠാനാണ്. അത് നമുക്ക് അവർക്ക് വകവെച്ച് കൊടുത്തേ പറ്റൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ മുസ്ലിയാക്കന്മാർ എന്നേ പതുമക്ക് എത്തിയത്, എന്തുകൊണ്ടാണ് ഇവർ ഇതിലേക്ക് വരാൻ കാരണം? മക്ക മുശ്രിക്കുകൾക്ക് പോലും ഇല്ലാത്ത വിശ്വാസത്തിലേക്ക് ഇവരെ നയിച്ചതാരാണ്? ഇല്ല, അള്ളാന്റെ ഹബീബോ അല്ലെങ്കിൽ സ്വഹാബത്തോ അത് കഴിഞ്ഞിട്ടുള്ള തൊട്ട് തലമുറകൾ ആരെങ്കിലും ഇതുപോലെ ഒരു കനലാട്ടോ തീയാട്ടോ കനൽച്ചാട്ടോ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഈ മേത്തുകൂടി കുത്തിയും കൊണ്ടുള്ളൊരു കുത്തുറാത്തീബ് എന്ന് പറഞ്ഞുള്ളൊരു ക്രിമിനൽ റാത്തീബ് ഉണ്ടല്ലോ, അതും സ്വഹാബത്തോ താബീയങ്ങളോ തബു താബീയങ്ങളോ ആർക്കും അറിയാത്തൊരു സാധനമായിരുന്നു. അത് നമ്മൾ പല വീഡിയോകളിലൂടെ കാണിച്ചതാണ്. ഇതിപ്പോ കനലാട്ടം ഈ ഉമ്മത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് വന്നത്? നമുക്കതിന്റെ വന്ന വഴികളുടെ ഒരു ചെറിയ രൂപം ഈ ഒരു പ്രഭാഷണത്തിൽ നിന്ന് കിട്ടും. ഒന്ന് കേട്ടോക്കാം. അത്തരം ആളുകൾ മനസ്സിലാക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത് എല്ലാത്തിന്റെ ഇടയിലും കൂടിയിട്ട് പിറങ്ങിയിട്ട് എല്ലാവരുടെ ഇടയിലും നല്ല ആളാകാൻ വേണ്ടി പോയാൽ തലബുൽ കൊല്ല് പോത്തുൽ കൊല്ലാണ്, എല്ലാം നഷ്ടപ്പെട്ടു പോകും. അവരവരുടെ വാപ്പ കാണിച്ചു കൊടുത്തൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിന് എതിരായി വരുന്ന, പാരമ്പര്യം നിലനിർത്താൻ കഴിയാതെ വന്നില്ല എങ്കിൽ പാരമ്പര്യത്തിന് എതിരായിട്ട് പ്രവർത്തിച്ചാല് ഉള്ള സ്ഥാനവും മാനവും നഷ്ടപ്പെടുമെന്ന് അവര് മനസ്സിലാക്കലാണ് നല്ലത്. ആർക്കും പറയാം എന്റെ വാപ്പ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിന്റെ സമ്മേളനത്തിന് പോയിട്ടില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാല് അത് തന്നെയാണ് അതിന് തെളിവ്. നിങ്ങളുടെ ഖുർആനായത്തും ഹദീസൊന്നും ഓതേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒറ്റ വാക്കുകൊണ്ട് പിന്നെ അതിന്റെ മറുപടിയായിത്തീരും. അത് പറയാൻ നമ്മൾക്ക് ധൈര്യവും ശക്തിയും ഉണ്ടാകണം. അത് എവിടെയെങ്കിലും ഈ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുമ്പോ അത് മൂലക്ക് വെക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. അല്ല മോലിയരെ, നിങ്ങളെ വാപ്പ കനലിൽ ചാടാൻ പോയിക്കണോ? കനലിങ്ങനെ ഇട്ടിട്ട് തീ ഇങ്ങനെ കത്തിച്ചിട്ട് അയിക്കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പട്ടാണി കുതിരോട്ടമാരി ഇങ്ങനെ ഓടിക്കണോ? അല്ല, ഓടിക്കണു ചേ പറയും. നിങ്ങളെ വാപ്പ മുജാഹിദിന്റെ പോയിട്ടില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിന് പോയിട്ടില്ല, മറ്റോലെ സമ്മേളനത്തിന് പോകലും പോകാത്തതും, അത് പോയാലും ദീനുൽ ഇസ്ലാം എന്ന് പുറത്താവൂല, പോയിട്ടില്ലെങ്കിലും ദീനുൽ ഇസ്ലാം എന്ന് പുറത്താവൂല. നിങ്ങള് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചാൽ മതി. പോയി എന്ന് പറഞ്ഞിട്ട് ആരും ദീനുൽ ഇസ്ലാം എന്ന് പുറത്താവൂല, പോയില്ല എന്ന് പറഞ്ഞിട്ട് ആരും പുറത്താവൂല. അതവിടെ കട്ടെ. എന്നാൽ ഈ തീയിൽ കൂടിയുള്ള ഈ ചാട്ടം ഇത് എന്തടിസ്ഥാനത്തിലാണ് ഈ മുസ്ലിയാക്കന്മാർ നടത്തിയത്? അതിന്റെ ദലീൽ എന്താണ്? തെളിവെന്താണ്? അത് ഏത് വാപ്പ പറഞ്ഞതാ? നിങ്ങളെ വാപ്പയെ വാപ്പാന്റെ വാപ്പയെ പറഞ്ഞത് അല്ല, അത് പറയണല്ലോ. ഇത് ഇനിയിപ്പോ പറയും ഇയാളല്ലാതെ നടന്നു എന്ന് പറയും. ആര് നടന്നാലും ഇയാളെ രൂപഭാവങ്ങളുള്ള, ഇയാളുടെ ജനുസിൽപ്പെട്ട വകുപ്പിൽപ്പെട്ട അതുപോലെയുള്ള ഒരാളിങ്ങനെ നടക്കുമ്പോ എന്താണ് ചെങ്ങായി, എന്ത് പീരാന്താണ് ഇച്ച് കാണിക്കണെന്ന് ചോദിക്കണ്ടേ? ഇത് അന്യമതസ്ഥരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചാണിൽ ചാണായും മുഴത്തിന് മുഴമായും പിന്തുടർന്നുകൊണ്ട് ഈ ഉമ്മത്തിലേക്ക് അത് വലിച്ചു വാരി കൊണ്ടുവരികയാണ്. ഇത് ബിദ്അത്തല്ല, അതിലേക്കും വലിയ വൃത്തികെട്ട ഹറാമായ കാര്യങ്ങളാണ് എന്ന് പറയണ്ടേ. ബിദ്അത്തിനെക്കാട്ടിലും മേലെയാണെന്ന് പറയണ്ടേ. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അമലായിട്ടാണ് ചെയ്യുന്നതിലും വെക്കാം. ഇത് എന്താണത്? മറ്റുള്ളവരുടെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനങ്ങളും കടമെടുത്തുകൊണ്ട് എങ്ങോട്ടാണ് ഈ ഉമ്മത്തിനെ നിങ്ങൾ കൊണ്ടെത്തിക്കുന്നത്? ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചോൻ തെറ്റുകാരനാ, ചോദിച്ചോൻ വഴിപിഴച്ചവനാ, അവന് മുർത്തദ്ദാണ്, മുദില്ലാണ്, അതുപോലെ തന്നെ മുബ്തദിയാണ്, വിദഇയാണ്, വഹാബിയാണ്. എന്തിനാന്റെ ചെങ്ങായിമാരെ ഈ ദീനിനെ ഇങ്ങനെ നിങ്ങൾ ഇടങ്ങേറാക്കുന്നത്, ഇങ്ങനെ നിങ്ങൾ നശിപ്പിക്കുന്നത്? ദീനിനെ നശിപ്പിക്കുന്നത് ഒരു സമയത്ത് ഒരു പ്രാസംഗികൻ പറഞ്ഞിരുന്നു, ദീനിനെ നശിപ്പിക്കാൻ നടക്കുന്നവരെ, പുറത്തു നിന്നുള്ള ശത്രുക്കളെക്കാൾ ഏറ്റവും വലിയ അപകടകാരികൾ ഇതിനകത്ത് നിന്നുകൊണ്ട് ഇത് നശിപ്പിക്കുന്ന ഈ പിശാചുക്കളാണ് എന്നുള്ളത്
ഇല്ല, സംശയമല്ല. അത് അംഗീകരിച്ചു കൊടുക്കാതെ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഈ ദീനിനെ, ഈ ഉമ്മത്തിനെ, ഈ സമൂഹത്തെ, ഈ സമുദായത്തെ ഇവർ കൊണ്ടെത്തിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബിദ്അത്തുകൾ സംബന്ധമായിക്കൊണ്ട് ഒരു പ്രഭാഷണം ചേർക്കുന്നുണ്ട്, കേൾക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാമും അത് പ്രഖ്യാപിക്കേണ്ടവരാണ്. ആ പ്രവാചകൻ പഠിപ്പിച്ച മാർഗത്തിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. നമ്മുടെ വിശ്വാസ കർമ്മ മേഖലകളെല്ലാം നമുക്ക് മാതൃക ആരെന്നറിയുമോ? മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഉത്തമമായ മാതൃക നിങ്ങൾക്ക് ആ പ്രവാചകനിലുണ്ട്. നമുക്കുള്ള മാതൃക ആരാണ്? അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അതല്ലാതെ ഇവിടെയുള്ള നേതാക്കന്മാരല്ല, ഇവിടെയുള്ള സാദാത്യങ്ങളല്ല, ഇവിടെയുള്ള ശൈഖുനമാരല്ല, ഇവിടെയുള്ള സംഘടനകളല്ല. നമുക്ക് മാതൃക അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ആ പ്രവാചകന്റെ മാതൃക പിൻപറ്റേണ്ടവരാണ്. ആ മാർഗം നമ്മൾ സ്വീകരിക്കുന്നില്ലയോ, നാളെ റബ്ബിന്റെ കോറ്റിൽ വരികയാണ്, വിചാരണ രംഗം നേരിടുകയാണ്. ആ രംഗം കഴിയുമ്പോ അതാ മനുഷ്യ മക്കൾ ദാഹിച്ചു വലഞ്ഞ് അവശരായി ഒരിറ്റ് വെള്ളം എവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അതാ കുടിനീരിന് വേണ്ടി പരക്കം പായുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹൗദുൽ കൗസർ നൽകുന്ന രംഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ കൈകൾ കൊണ്ട് ഹൗദുൽ കൗസറിന്റെ പാനീയം അതിങ്ങനെ കോരി വിതരണം ചെയ്യപ്പെടുകയാണ്. ആ സമയത്ത് നബി തങ്ങൾ പറയുകയാണ്, ലയരിദന്ന അലയ്യ അഖ്വാമുൻ അഅരിഫുഹും വയഅരിഫൂനനി. അവിടെ എന്റെ അടുക്കൽ ചില ആളുകൾ വരികയാണ്. ആരിഫും വയരിഫൂനനി, ഞാൻ അവരെ തിരിച്ചറിയുന്നു, അവർ എന്നെയും തിരിച്ചറിയുന്നു. അവരതാ എന്റെ അടുക്കലേക്ക് ഹൗദിന്റെ സമീപത്തേക്ക് ഇങ്ങനെ വരാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സുമ്മ യുഹാലു ബൈനീ വബൈനഹും, എനിക്കും അവർക്കുമിടയിൽ മറയിടപ്പെടുകയാണ്. അവര് ഹൗദിന്റെ സമീപത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതാ അവർക്കിടയിൽ അങ്ങ് മറയിടപ്പെടുകയാണ്, അവരെ അങ്ങ് തടഞ്ഞു വെക്കപ്പെടുകയാണ്. ആ സമയത്ത് ഫഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയുകയാണ്, ഇന്നഹും മിന്നീ, അവർ എന്നിൽപ്പെട്ടവരാണ്. മിൻ അസ്ഹാബി, എന്റെ സ്വഹാബാക്കളാണ്. മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ പെട്ടവരാണ്. അവരെ തടയല്ല മലക്കുകളെ, അവരെ എന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടൂ, ഞാൻ ഈ ഹൗദിൽ നിന്ന് പാനീയം കോരിക്കൊടുക്കട്ടെ എന്ന് നബി തങ്ങൾ അവിടെ വെച്ച് വിളിച്ചു പറയുമ്പോ ഫയുഖാലു, അതാ പ്രവാചകനോട് പറയപ്പെടുകയാണ്, ഇന്നക ലാ തദ്രി മാ അഹ്ദസൂ ബഅദക. നബിയെ, അങ്ങയുടെ കാലശേഷം ഇവരെന്തൊക്കെയാണ് ചെയ്തത് എന്ന് പ്രവാചകരെ താങ്കൾക്കറിയില്ല കേട്ടോ. അങ്ങ് പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരാണ്, അങ്ങ് പഠിപ്പിക്കാത്ത ഒരുപാട് സംഗതികൾ ചെയ്തവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയപ്പെടുമ്പോ ഫഅഖൂലു, അവിടെ വെച്ച് നബി തങ്ങൾ വിളിച്ചു പറയുകയാണ്, സുഹ്ഖൻ സുഹ്ഖാ ലിമൻ ഗയ്യറ ബഅദീ. അവർക്ക് നാശം, അവർക്ക് നാശം, അവർ ദൂരെ പോകട്ടെ, അവർ ദൂരെ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹൗദുൽ കൗസറിന്റെ പാനീയം പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ട് ആട്ടി ഓടിക്കപ്പെടുന്ന വിഭാഗം ഏതെന്നറിയുമോ? ബിദ്അത്തിന്റെ കക്ഷികളാണ്, പുത്തൻവാദികളായ ആളുകളാണ്, മതത്തിൽ പുതിയതായി പലതും കടത്തിക്കൂട്ടുന്നവരായ ആളുകളാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. സഹോദരങ്ങളെ, നമുക്ക് മാതൃക പ്രവാചകനാണ്. അവിടെ നിന്നൊന്നും പഠിപ്പിക്കാതെ പോയിട്ടില്ല, അവിടെ നിന്നെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഹജ്ജത്തുൽ വിദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയുകയാണ്, വഅൻതും തുസ്അലൂന അന്നി ഫമാ അൻതും ഖായിലൂൻ. നബി തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, വഅൻതും, നിങ്ങളാകട്ടെ, തുസ്അലൂന, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്, അന്നി, എന്നെ പറ്റി, എന്നെ കുറിച്ച് നാളെ റബ്ബുൽ ആലമീൻ നിങ്ങളോട് ചോദിക്കുമ്പോ ഫമാ അൻതും ഖായിലൂൻ, നിങ്ങൾ എന്താണ് പറയുക? റബ്ബിനോട് നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുക? ആ സമയത്ത് അതാ സ്വഹാബത്ത് മറുപടി പറയുകയാണ്, ഖാലു നശ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹത. നബിയേ,
അങ്ങ് ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്, ഞങ്ങളോട് ഗുണദോഷിച്ചിട്ടുണ്ട്, ഞങ്ങളോട് പൂർത്തീകരിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട് എന്ന് സ്വഹാബത്ത് ഒന്നടങ്കം മറുപടി പറയുമ്പോ അതാ ഫഖാല ബിസ്ബഇ സബ്ബാബ യർഫഉഹാ ഇല സമാ വയൻകുതുഹാ ഇല الناس اللهم اشهد اللهم اشهد اللهم اشهد അല്ലാഹുവിനെ സാക്ഷി നിർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം അവിടുന്ന് പഠിപ്പിച്ചു, എല്ലാം അവിടുന്ന് പൂർത്തീകരിച്ചു. ഇനി നമ്മളാരും നമ്മുടെ വകയായിട്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് ഒന്നും തന്നെ കടത്തി കൂട്ടേണ്ട ആവശ്യമില്ല. ആരെങ്കിലും ഇനി കടത്തി കൂട്ടിയാൽ അതിന്റെ പേരാണ് ബിദ്അത്ത്. അതാണ് പണ്ഡിതന്മാർ ബിദ്അത്തിന് നൽകിയ നിർവചനം എന്തെന്നറിയുമോ? അൽ ഹദസു ഫിദ്ദീനി ബഅദൽ ഇക്മാൽ. പൂർത്തീകരിക്കപ്പെട്ട ഈ ദീനിലേക്ക് പുതിയതായി ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കടത്തി കൂട്ടിയാൽ അതിനാണ് സഹോദരങ്ങളെ ബിദ്അത്ത് എന്ന് പറയുക. ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ആഖിറത്തിൽ വരുമ്പോ ഹൗദുൽ കൗസറിന്റെ പാനീയം പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ട് ഹൗദിന്റെ ചോട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുകയാണ്. മാത്രവുമല്ല വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. ബിദ്അത്തിന്റെ കക്ഷികൾ എവിടെയാണ്? നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്.